വഴുതനങ്ങ കൊണ്ടുള്ള ഒരു നല്ലൊരു ഒഴിച്ച് കറിയാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് വഴുതനങ്ങ ഇതേപോലെ ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല നാടൻ വഴുതനങ്ങയാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. വഴുതനങ്ങ ഇവിടെ ഞാൻ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴുതനങ്ങ ഒന്ന് ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പാനിലേക്ക് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി വലിയൊരു സബോള ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കാം. സബോള ഒന്ന് ഏകദേശം ഒന്ന് വഴറ്റിണ്ട്. അതിലേക്കൊരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി സബോളയും പച്ചമുളകൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറിയൊരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിൽ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. അപ്പം ഇതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കും. തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചതാണ് കേട്ടോ. തേങ്ങ അരച്ചതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ പാകത്തിനുള്ള നമുക്ക് വേണ്ടുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ആ മിക്സിയിൽ ജാറിൽ തേങ്ങ അരച്ച ജാറിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ച് ചേർത്ത് കൊടുക്കണ്ടേ. ഇതിൽ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുവേ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതായി വഴറ്റി വെച്ച വഴുതനങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ തരണം കേട്ടോ. ഒന്നും കൂടി ഇന്ന് ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. വഴുതനങ്ങ ഒന്നും കൂടി ഒന്ന് വെന്തിട്ടാകുമ്പോൾ കറി ഇറക്കി വയ്ക്കാം. ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഒന്ന് തുറന്ന് നോക്കേ. കറിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കറിവേപ്പിൻ്റെ തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇലയോ കൊടുക്കാനാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം ഞാനിനി ഇത് ഇറക്കി വെച്ചിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിയ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 2-3 ചെറിയ വറ്റൻമുളക് പൊട്ടിച്ചിട്ട് അതും കൂടി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് അടച്ചിട്ട് കൊടുക്കുക. വഴുതനങ്ങ കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്.
ഇതിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. ഒറ്റൊരു വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റൊക്കെ തരണേ. താങ്ക്